ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കേരള വാട്ടർ അതോറിറ്റി ലാബ് അസിസ്റ്റന്റിന് രണ്ടാമത്തെ റിവിഷൻ ടെസ്റ്റ് ആണുള്ളത്. അപ്പോൾ അതിൽ ഇന്നത്തെ ടോപ്പിക്സ് വരുന്നത് നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്, ബ്ലഡ് ആൻഡ് ഫ്ലെബോട്ടമിയും അതുപോലെ ഹെമറ്റോളജിയും പിന്നെ അതുപോലെ +2 ഫിസിക്സും ആണ്. എല്ലാവരും എക്സാം അറ്റൻഡ് ചെയ്ത് നോക്കിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ PDF ടെലഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കിയിട്ടുണ്ടാവുന്നതാണ് എൻ്റെ വിശ്വാസം. അപ്പൊ അതുകൊണ്ട് നമുക്ക് വേഗം ആൻസർ കീയിലേക്ക് പോവാം. നമ്മൾ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ കേട്ടോ. കഴിഞ്ഞ വീഡിയോ പോലെ എക്സ്പ്ലനേഷൻ ഇല്ല, കുറച്ച് തിരക്കുണ്ട്, അതുകൊണ്ടാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ചോദിക്കാം. ഈ പറഞ്ഞതുപോലെ തന്നെ ബ്ലഡ് ആൻഡ് ഫ്ലെബോട്ടമി അതുപോലെ MLTന്റെ സെഷൻ 15 ക്വസ്റ്റ്യനും അതുപോലെ ഫിസിക്സിന്റെ ഒരു 10 ക്വസ്റ്റ്യനുമാണ് ഉള്ളത്. ഫിസിക്സിന്റെ 10 ക്വസ്റ്റ്യൻ ഞാൻ പക്ക നമ്മുടെ NCERT എക്സാംപ്ലർ ആണ്. അതും എല്ലാം MCQ തന്നെ ഉണ്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which of the following instrument is used for counting blood cell? blood cell കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണ്? ഓപ്ഷൻ എ ആണ് ഹീമോസൈറ്റോമീറ്റർ. ഹീമോസൈറ്റോമീറ്റർ ആണ് അതിന്റെ ആൻസർ, ഓപ്ഷൻ എ. അടുത്തത് നമ്മുടെ commonly used counting chamber for blood cell counting is, blood cell countingന് വേണ്ടിയിട്ട് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കൗണ്ടിങ് ചേംബർ ഏതാണത്? ഇംപ്രൂവ്ഡ് നിയോബിയർ ചേംബർ ആണ് കേട്ടോ. നെക്സ്റ്റ്, ടോട്ടൽ ഏരിയ ഓഫ് ഇംപ്രൂവ്ഡ് നിയോബിയർ കൗണ്ടിങ് ചേംബർ എത്രയാണ്? ഓപ്ഷൻ സി ആണ് 9 mm² ആണ്. ടോട്ടൽ ഏരിയ ഓഫ് ഇംപ്രൂവ്ഡ് നിയോബിയർ കൗണ്ടിങ് ചേംബേഴ്സ് 9 mm². Which of the following is a WBC diluting fluid? WBC ന്റെ diluting fluid ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? ഓപ്ഷൻ സി ആണ് Turk's fluid. Turk's fluid ആണ് എന്ത് നമ്മുടെ WBC യുടെ diluting fluid എന്ന് പറയുന്നത്. അടുത്ത, which of the following pipette is used for counting sperm? സ്പേമിന്റെ കൗണ്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പിപ്പറ്റ് ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണ്? ഓപ്ഷൻ ബി ആണ് WBC പിപ്പറ്റ് ആണ്. ഓക്കെ, പിപ്പറ്റ് ഏതാണ്? WBC പിപ്പറ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1% ammonium oxalate is used as diluting fluid for ഏതിന്റെയാണ്? 1% ammonium oxalate, 1% ammonium oxalate is used as diluting fluid for platelets. Next question, which of the following is not a content of Day's fluid? Day's fluid ile content അല്ലാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചത്. നോട്ട് എന്നുള്ളത് ശ്രദ്ധിക്കുക കേട്ടോ. നോട്ട് എ കണ്ടന്റ് ഫോർ Day's fluid ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഏതാ? ഫീനോൾ ആണ്. Next question, which of the following RBC diluting fluid contains glacial acetic acid? Glacial acetic acid present ആയിരിക്കുന്നത് ഏതിനാണ്? Gowers fluidലാണ്. Gowers fluidലാണ് ഏതാണ്? glacial acetic acid present ആയിരിക്കുന്നത്. glacial acetic acid present ആയിരിക്കുന്നത് എവിടെയാണ്? Gowers fluidലാണ്. Next question, total tiny columns used for RBC counting. ഓർത്തിരിക്കാൻ, നമ്മൾ ശരിക്കും RBC കൗണ്ടിങ്ങിന്റെ ഒരു പിന്നെ ഇതിന് ആരോ ഒരാൾ ഡൗട്ട് ചോദിച്ചായിരുന്നു ടെലഗ്രാമില്. എന്തായിരുന്നു ഡൗട്ട് എന്ന് എനിക്ക് നല്ല ഓർമ്മയില്ല, എന്നാലും പറയാം. നമുക്ക് 9 കോളംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 9 കോളംസിൽ അറ്റത്തുള്ള 4 കോളംസ് WBC കൗണ്ടിങ്ങിനാണ് ഉപയോഗിക്കുന്നത്. പിന്നെ RBC കൗണ്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് 64, ഓക്കെ, 64 ടിനി കോളംസ് ആണ് നമ്മൾ RBC കൗണ്ടിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഡെപ്ത് ഓഫ് ഫസ്റ്റ് റോസെന്താൽ കൗണ്ടിങ് ചേംബർ. ഫസ്റ്റ് റോസെന്താൽ കൗണ്ടിങ് ചേംബറിന്റെ ഇതിന്റെ ബിയും സിയും ഒന്ന് മാറിയിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ ഞാൻ എഴുതിയതിന്റെ ഓർഡർ തന്നെ എടുക്കുക കേട്ടോ. ഇത് എ, ഇത് ബി, ഇത് സി, ഇത് ഡി, അങ്ങനെ തന്നെ എഴുതുക. ഡെപ്ത് ഓഫ് ഫസ്റ്റ് റോസെന്താൽ കൗണ്ടിങ് ചേംബർ ഈസ് ഏതാണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ, 0.2 ആണ്. അപ്പൊ ഓർത്തിരിക്കാൻ, ശരിക്കും ഒറിജിനൽ ഇതിപ്പോ ഫസ്റ്റ് വന്നപ്പോഴാണ് 0.1, പക്ഷെ ശരിക്കും റോസെന്താൽ കൗണ്ടിങ് ചേംബറിന്റെ എത്രയാണ്? ഓപ്ഷൻ 0.1 ആണ് കേട്ടോ, 0.1 ആണ് റോസെന്താൽ കൗണ്ടിങ് ചേംബറിന്റെ ഡെപ്ത് എന്ന് ഓർത്തിരിക്കുക.
Which of the following is a natural anticoagulant? Natural anticoagulant ആയിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ഹെപ്പാറിൻ. Next question. Ideal time for collecting blood sample for detection of filarial worms. Filarial worms നെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലഡ് കളക്ട് ചെയ്യുന്നതിന്റെ ഐഡിയൽ ടൈം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, 10 PM to 2 AM ആണ് ട്ടോ. ഓക്കെ, 10 PM to 2 AM. Next question. Who discovered the ABO blood group system? ABO blood group system കണ്ടുപിടിച്ചത് ആരാണ്? ഓപ്ഷൻ ഡി ആണ്, കാൺ ലാൻഡ്സ്റ്റൈനർ ആണ്. RH സിസ്റ്റം കണ്ടുപിടിച്ചത് ആരാണ്? ഒന്ന് കമന്റ് ചെയ്യൂ കേട്ടോ. RH സിസ്റ്റം കണ്ടുപിടിച്ചത് ആരാണ് എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യുക. ABO blood group system കണ്ടുപിടിച്ചത് ആരാണ്? കാൾ ലാൻഡ്സ്റ്റൈനർ ആണ്. Next question. Which of the following is not a Ramanowski stain? Ramanowski stain അല്ലാത്തത് ഏതാണ്? ഇത് ഓപ്ഷൻ സി ആണ്, ജെനർ സ്റ്റെയിൻ എന്ന് പറയുന്നത്. Ramanowski stain അല്ലാത്തത് ഓക്കെ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ക്രിസ്റ്റൽ വയലറ്റ്. Next question. Staining method used for detecting Mycobacterium tuberculosis. Mycobacterium tuberculosis നെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റെയിനിങ് മെത്തേഡ് ഓപ്ഷൻ ബി ആണ്, സീൽ-നീൽസൺ സ്റ്റെയിനിങ്. ഓക്കെ, സീൽ-നീൽസൺ സ്റ്റെയിനിങ് ആണ് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിന്റെ സ്റ്റെയിനിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്സിലേക്ക് നമ്മൾ കയറുവാണ്. 10 ക്വസ്റ്റ്യൻ ആണുള്ളത്. Consider a current carrying wire in the shape of circle, not than as the current progress along the wire, the direction of J changes in an exact manner, while the current I remain unaffected. The agent that is essentially responsible for. എന്തിനാണ് നമ്മൾ കറന്റ് ക്യാരിയിങ് ആയിട്ടുള്ള സർക്കുലർ ഷേപ്പിലുള്ള ഒരു വയറിനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഓക്കെ, അതിലെ കറന്റ് എങ്ങനെയാണ്? കറന്റ് അതിന്റെ എലോങ് ദ വയറിലാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഡയറക്ഷൻ ഓഫ് ജെ ചേഞ്ചസ് ഈസ് ആൻ എക്സാക്ട് മാനർ. എന്താണ്? അതുകൊണ്ട് തന്നെ കറന്റ് ഐ റിമൈൻ എന്താണ്? അൺഅഫക്റ്റഡ് ആണ്. ഓക്കെ, ദ ഏജന്റ് ദാറ്റ് ഈസ് എസെൻഷ്യലി റെസ്പോൺസിബിൾ ഫോർ ഈസ്. ഇത് എന്തിനെയാണ് എസെൻഷ്യലി റെസ്പോൺസിബിൾ ആയിരിക്കുന്നത് എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ charges accumulated on the surface of the wire. Electric field produced by charges accumulated on the surface of the wire. Next question. Two charged particles transverse identical helical paths in a completely opposite sense in a uniform magnetic field. B is equal to B0 K ആണ്. അപ്പൊ ഇത് എന്താണ്? 2 ചാർജസ് ഇതിന്റെ ഓപ്പോസിറ്റ് സെൻസിലാകുമ്പോൾ ഇതിൽ ഏതാണ് ശരിയായി വരുന്നത്? ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. The charge to mass ratio satisfy E by m raised 1 plus E by m by 2 is equal to 0 എന്നുള്ളത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. The ratio charge to mass ratio satisfy ചെയ്യണം. Okay, option D ആണ് answer. Next question. Biot-Savart's law indicates that the moving electrons produce a magnetic field B such that ഏതാണ്? ഓപ്ഷൻ എ ആണ്, B perpendicular to B ആണ്. B perpendicular to V. Next question. The simple Bohr model cannot be directly applied to calculate the energy level of an atom with many electrons. This is because കാരണം എന്താണ്? ഓപ്ഷൻ എ ആണ്, of the electrons not being subjected to a central force. Of the electrons not being subjected to a central force. Next question. The gravitational force between a hydrogen atom and another particle of mass m will be given by Newton's law. F is equal to G into m1 capital M into m divided by r square, where r is in kilometer and അപ്പൊ m ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പൊ ഓർത്തിരിക്കാം ഇവിടെ m
ക്യാപിറ്റൽ ലെറ്റർ എമ്മും സ്മോൾ ലെറ്റർ എമ്മും ആണ് തന്നിരിക്കുന്നത്. അതിന് വേണമെങ്കിൽ നമുക്ക് ഇക്വേഷനിൽ നമ്മൾ ചിലപ്പോൾ ചിലവേ പഠിച്ചിട്ടുണ്ടാവും എഫ് ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു എം വൺ എം ടു ഡിവൈഡ് ബൈ ആർ സ്ക്വയർ എന്നായിരിക്കാം. അപ്പൊ ഇതില് നമ്മുടെ ഈ ഒരു എന്താ പറയാ ആറ്റംസിന്റെ ഇടയിലുള്ളത് കൊണ്ടാണ് ഒന്നിൻ്റെത് ക്യാപിറ്റൽ എമ്മും മറ്റേത് സ്മോൾ എമ്മും തന്നിരിക്കുന്നത്. ഓക്കെ, ഹൈഡ്രജൻ ആറ്റവും അതുപോലെ ഒരു അനദർ പാർട്ടിക്കിളും തന്നിട്ടുള്ളത്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസം ആണ് നമുക്ക് എന്താണ് എന്ന് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എം ഈസ് ഈക്വൽ ടു എന്താണ്? ഓപ്ഷൻ ബി ആണ്. എം ഈസ് ഈക്വൽ ടു എം മാസ് ഓഫ് പ്രോട്ടോൺ പ്ലസ് മാസ് ഓഫ് ഇലക്ട്രോൺ മൈനസ് ബി ബൈ സി സ്ക്വയർ. അതിൽ ബി ഈസ് ഈക്വൽ ടു എന്താണ്? 13.6 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. The conductivity of a semiconductor increases with increase in the temperature because the conductivity of a semiconductor increases with increase in temperature because എന്താണ്? ഓപ്ഷൻ ഡി ആണ്. number density of current carries increases, relaxation time decreases, but effect of decrease in relaxation time is much less than increase in number density. നോക്കാം, നമ്മുടെ എക്സാമ്പിളറിൽ അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് തന്നെയാണ് കിടക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്തായാലും അതൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. Next question. A short pulse of white light is incident from air to a glass slab at normal incidence. After traveling through the slab, the first color to emerge is option D ആണ് red. Next question. An object approaches a convergent lens from the left of the lens with a uniform speed of 5 meters per second and stops at the focus. The image. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് സാധാ PSC ഒരുപാട് ചോയ്സസ് ആയിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. ഏതാണ്? ഓപ്ഷൻ സി ആണ്. മൂവ്സ് away from the lens with a non-uniform acceleration. Option C. Next question. A passenger is an aeroplane shot. എന്താണ്? അവരെങ്ങനെയാണ് റെയിൻബോനെ കാണുന്നത് എന്നുള്ളതാണ്. ഒരു എയറോപ്ലെയിനിലുള്ള ഒരു പാസഞ്ചർ എങ്ങനെയായിരിക്കാം റെയിൻബോയിനെ കാണുന്നത് എന്നുള്ളതാണ്. സീ എ പ്രൈമറി ആൻഡ് എ സെക്കൻഡറി റെയിൻബോ ആസ് കോൺസെൻട്രിക് സർക്കിൾസ്. ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ എ ലൈറ്റ് ബീം ഇൻസിഡന്റ് ഫ്രം എയർ ടു ഗ്ലാസ് സ്ലാബ് അറ്റ് എ റിവേഴ്സ് ആംഗിൾ ആസ് ഷോൺ ഇൻ ദി ഫിഗർ. ഫിഗർ ശ്രദ്ധിക്കട്ടോ. എ Polaroid is placed in the path of emergent ray at a point P and rotated about an axis passing through the center and perpendicular to the plane of the Polaroid. അങ്ങനെയാണെങ്കിൽ പോളറോയിഡിന്റെ ഇന്റൻസിറ്റി ഒക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? ഓപ്ഷൻ സി ആണ് അതിന്റെ ആൻസർ. ദ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ആസ് സീൻ ത്രൂ ദ പോളറോയിഡ് ഷാൽ ഗോ ത്രൂ എ മിനിമം but not zero of two orientation of the Polaroid. ഇതാണ് ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻസ് ഇത്രയാണ്. 25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സാധാരണത്തെ പോലെ ഞാൻ ഇന്ന് ഫിസിക്സ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടില്ല. കാരണം ഏകദേശം എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ഓരോ ചാപ്റ്ററിൽ നിന്ന് ഓരോന്നാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാൻ തന്നെ കുറച്ചധികം സമയം വേണ്ടി വരും. കാരണം പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും പറയേണ്ടതുകൊണ്ടാണ്. അപ്പൊ അത്രയും നമുക്ക് ഒരു സമയം കുറവ് കൊണ്ടാണ് നമ്മൾ ഡിസ്കഷൻ ഇല്ലാതിരുന്നത്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെഷനിൽ ചോദിക്കാം. അപ്പോൾ അല്ല നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തതുപോലെ ഡിസ്കഷനിലൂടെ മതി, ഡിസ്കഷനും കൂടെ വെച്ചിട്ടാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളതെങ്കിൽ അതും കൂടെ കമന്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇങ്ങനെയാണ് വേണ്ടതെങ്കിൽ ഇങ്ങനെയാണ് എന്നുള്ളത് കമന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പം താങ്ക് യു വെരി മച്ച്.